ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശരീരത്തിനാവശ്യമായ ഊർജവും പ്രതിരോധശേഷിയും കിട്ടാൻ പണ്ടുകാലം തൊട്ടേ നമ്മുടെ മുത്തശ്ശിമാർ തയ്യാറാക്കുന്ന ഒന്നാണ് എള്ളും അവലും. രക്തക്കുറവ് പരിഹരിക്കാനും മുടി തഴച്ചു വളരാനും എല്ലുകൾക്ക് ബലം നൽകാനും ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കർക്കിടക മാസത്തിൽ പൊതുവെ ശരീരത്തിന് പ്രതിരോധശേഷിയും ദഹനശക്തിയും കുറവായിരിക്കും. അപ്പോൾ ഈ സമയത്ത് കഴിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഒരു പരമ്പരാഗത ആരോഗ്യക്കൂട്ടാണിത്. കർക്കിടക മാസത്തിൽ മാത്രമല്ല, എന്നും ആരോഗ്യത്തോടെ ഇരിക്കാൻ ദിവസവും ഇതൊരൽപ്പം കഴിക്കുന്നത് ശീലമാക്കുന്നത് നല്ലതാണ്. ഇതുണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ എള്ളും അവലും എങ്ങനെയാണ് വിളയിച്ചെടുക്കുന്നതെന്ന്. അതിനായിട്ട് ഞാനിവിടെ മെയിൻ ചേരുവയായ എള്ളെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 250 ml കപ്പിൽ 2 കപ്പ് എള്ളാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ എള്ള് ഒരു 2-3 വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. കഴുകുമ്പോൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന എള്ളുണ്ടല്ലോ, അത് കളഞ്ഞെടുക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും. എള്ള് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഈ എള്ളിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം ഇതിലെ വെള്ളം വാർന്ന് കിട്ടാനായിട്ട് ഈ എള്ള് ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇതുപോലെ ഇട്ട് വെക്കുക. ഇതിൽ വെള്ളം പോയതിന് ശേഷം ഇതൊരു വൃത്തിയുള്ള കിച്ചൺ ടവലിലോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയായാലും മതി, അതിൽ പരത്തിയിട്ടിട്ട് നന്നായിട്ടൊന്ന് തുടച്ചിട്ടെടുക്കുക. ഇങ്ങനെ തുടച്ചെടുക്കുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാനായിട്ട് പറ്റും. എള്ളിൽ ധാരാളം കാൽസ്യം, മഗ്നീഷ്യം, അയൺ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും ബലം കിട്ടാനും രക്തക്കുറവിനും മുടി കൊഴിച്ചിലിനും ഒക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ്. ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയത് കൊണ്ട് തന്നെ ഇത് ദഹനത്തിനും വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ കൊളസ്ട്രോൾ, BP, ബ്ലഡ് ഷുഗർ ഇതെല്ലാം കൺട്രോളിലാക്കാൻ ഇത് സഹായിക്കും. പിന്നെ ഇതിൻ്റെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ട്യൂമറൊക്കെ വരാനുള്ള ചാൻസിനെ ഇത് കുറക്കുന്നു. അങ്ങനെ ക്യാൻസറിനെ ചെറുക്കാനുള്ള കഴിവും ഇതിനുണ്ട്. ഇപ്പോൾ ഈ എള്ള് ഞാൻ നല്ലതുപോലെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് മറ്റൊരു പ്രധാന ചേരുവ അവലാണ്. ഞാനിവിടെ 2.5 കപ്പ് അവലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഈ അവലൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഈ അവലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് മട്ട അവലാണ് കേട്ടോ എടുക്കേണ്ടത്. മട്ട അവൽ തന്നെ നമുക്ക് പലതരത്തിലും വാങ്ങിക്കാനായിട്ട് കിട്ടും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് കട്ടിയുള്ള ടൈപ്പാണ്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കരിഞ്ഞു പോകാതെ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മളിത് കൈകൊണ്ട് പൊടിച്ചെടുക്കുമ്പോൾ ഇതേപോലെ പൊടിഞ്ഞു വരണം. അതുമല്ല ഇത് റോസ്റ്റായി വരുമ്പോൾ നല്ലൊരു ഫ്ലേവറും കൂടി വരും. അപ്പോൾ ഇത് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഈ അവൽ കറക്റ്റ് പാകമായിട്ട് നമ്മളിവിടെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഈ സെയിം പാനിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്ത് വെച്ച എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ എള്ളും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് കരിഞ്ഞു പോകാതെ റോസ്റ്റ് ചെയ്തെടുക്കുക. കറുത്ത എള്ളിൽ ഇരുമ്പിൻ്റെ അംശം, അതായത് അയൺ വളരെ കൂടുതലാണ്. ഇത് ഹിമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കും. വിളർച്ച ഉള്ളവർക്കും വിളർച്ച വരാതിരിക്കാനും ഇത് നല്ലൊരു മരുന്നാണ്. നമ്മുടെ തലയോട്ടിയിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും മുടിയുടെ വേരുകൾക്ക് ബലം നൽകുകയും മുടി കൊഴിച്ചിൽ മാറി മുടി തഴച്ച് വളരാനും ഇത് സഹായിക്കും. ഇതിൽ ധാരാളം കാൽസ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലിനും പല്ലിനൊക്കെ ബലം കിട്ടാൻ എള്ള് കഴിക്കുന്നത് വളരെ നല്ലതാണ്. എള്ളിൽ കാൽസ്യത്തിന് പുറമെ മഗ്നീഷ്യം, കോപ്പർ, അയൺ, വൈറ്റമിൻ B6 ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് സ്ത്രീകൾ കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ആർത്തവ ക്രമക്കേടിനും PCODക്കും പെട്ടെന്ന് ആർത്തവം വരാനുമൊക്കെ ഇത് സഹായിക്കും. ഇതിൽ ധാരാളം അയൺ ഉള്ളതിനാൽ ആർത്തവ സമയത്ത് രക്തനഷ്ടം കാരണമുള്ള ക്ഷീണം കുറക്കാനും ഇത് സഹായിക്കും. ഇപ്പോൾ എള്ള് നല്ലതുപോലെ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. കണ്ടോ, ഈ എള്ളിപ്പോൾ നല്ലതുപോലെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഈ എള്ള് കരിഞ്ഞു പോകാതെ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ.
ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഇതേ പാനിലേക്ക് 1/2 കപ്പ് കപ്പലണ്ടി, അതായത് നിലക്കടല ചേർത്ത് കൊടുക്കുക. ഇതും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കപ്പലണ്ടിയിലും ധാരാളം പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ എല്ലുകളുടെ ബലത്തിനും പിന്നെ വയറിലും കുടലിലും ഉണ്ടാകുന്ന ക്യാൻസറിനെ ചെറുക്കാനും ഇതിന് കഴിവുണ്ട്. ഇപ്പോൾ ഈ കപ്പലണ്ടിയും നല്ലതുപോലെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ കപ്പലണ്ടി ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് വന്നാൽ കൈകൊണ്ട് ഇതുപോലെ തൊലി കളഞ്ഞെടുക്കുക. ഇനി ഇത് ഇതുപോലത്തെ ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്കിതിൻ്റെ തൊലി പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കാനായിട്ട് പറ്റും. തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കരിപ്പെട്ടി, അതായത് പനം ശർക്കരയാണ്. ഞാനിതിലേക്ക് 1/2 കിലോ കരിപ്പെട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ കരിപ്പെട്ടി നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കുക. കരിപ്പെട്ടിയിലും ധാരാളം അയണും മഗ്നീഷ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ബ്ലഡ് കുറവുള്ളവർക്കൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നിങ്ങളുടെ അടുത്ത് കരിപ്പെട്ടി ഇല്ലെങ്കിൽ അപ്പോൾ സാധാരണ ശർക്കര എടുത്താലും മതി. ഇപ്പോൾ ഈ കരിപ്പെട്ടി നല്ലതുപോലെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1.5 കപ്പ് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ തേങ്ങ ചിരവിയത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇത് ഒരുപാട് അങ്ങോട്ട് ഡാർക്ക് ബ്രൗൺ കളറാക്കൊന്നും വേണ്ടട്ടാ, ചെറിയ രീതിയിലൊന്ന് വറുത്തെടുത്താൽ മതി. ഇപ്പം ഞാൻ ഈ തേങ്ങ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കിയെടുത്ത കരിപ്പെട്ടി ചേർത്ത് കൊടുക്കുക. ഇതിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടാകും, അപ്പോൾ ഇതുപോലെ നരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് വിളയിച്ചെടുത്താൽ മാത്രമേ നമുക്കിത് കുറേ ദിവസം കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റുള്ളൂ. ഇത് ഒരു നൂൽപ്പരുവൊന്നും ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഒരു നൂൽപ്പരുവായാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇത് കട്ടിയായിട്ട് പോവുള്ളൂ. ഇപ്പോൾ ഈ ശർക്കരപ്പാനി കറക്റ്റ് പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച എള്ള് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇത് ഇളക്കിയെടുക്കുക. ഇനി നമ്മൾ നേരത്തെ വറുത്തെടുത്ത അവലും കൂടി ചേർത്ത് കൊടുക്കുക. അവലും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതുണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. എള്ള് കഴുകിയെടുത്തിട്ട് തുടച്ചെടുക്കേണ്ട പണി മാത്രമേ ബുദ്ധിമുട്ടായിട്ടുള്ളൂ, ബാക്കിയൊക്കെ എളുപ്പമാണ്. ടീനേജേഴ്സായ കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും ഇത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ട് തൊലി കളഞ്ഞെടുത്ത് കപ്പലണ്ടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ ഏലക്കയും പഞ്ചസാരയും കൂടി കൂട്ടിപ്പൊടിച്ചതും 1 ടീസ്പൂൺ ചുക്ക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതിൽ ശർക്കരപ്പാനിയൊക്കെ പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇത്രേ പണിയുള്ളൂ നല്ല ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായിട്ടുള്ള എള്ളും അവലും വിളയിച്ചെടുക്കാനായിട്ട്. ഞാൻ ഇതിനു മുമ്പ് കർക്കിടകപ്പൊടിയും മരുന്നുണ്ടയും ഉലുവക്കഞ്ഞിയും ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയിട്ട് അതുപോലെ ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടാ. ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.